നീ സത്യം ചെയ്ത് തരുന്നുണ്ടോ ഇല്ലയോ? ശാലിനി, വേണ്ട. കളക്ടറാകാനുള്ള മോഹം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാന്ന് ഞാൻ സത്യം ചെയ്യുന്നു. ഇത് സത്യം, സത്യം, സത്യം. നിന്നെ ഞാൻ വിശ്വസിക്കുക. ശാലിനി, കളക്ടറാകാനുള്ള മോഹം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാന്ന് ഞാൻ സത്യം ചെയ്യുന്നു. സത്യമ്മ പറഞ്ഞതാ മോളെ ശരി. ഇപ്പൊ ഈ കുടുംബത്തിനാ മോളെ കൊണ്ട് ആവശ്യം. കളക്ടർ അതൊക്കെ എന്തിനാ? കുടുംബം തന്നെയാ പ്രധാനം. മറയുകയാണോ ആരോടും പറയാതെ? ഏതോ മറവിലെ നിഴലായി നോന്നും ചൊല്ലാതെ, കഥയറിയാതെ കനവെഴുതാതെ ഇരുളിതിലൊരു നാളം തിരയുന്നു ഞാൻ. കരളെരിയുന്നു, മിഴി നനയുന്നു, ഒരു നിമിനേരം നീതിലേ വരുമോ? കുളിരുമൊരേറും കാറ്റായി ആരോ എന്നെ തൊട്ടു. എൻ നെഞ്ചിനുള്ളിനുള്ളിലാരും കണ്ടിടാതെ നിറങ്ങൾ കൂട്ടിമേയും തൂവൽ കുട്ടിനുള്ളിൽ ഉയിരിനു കാവലായി കരുതിയതല്ലേ നിന്നെ നീയേ. മറയുകയാണോ ആരോടും പറയാതെ? ഉതിരുമി കണ്ണീർ മണിയിൽ പരിഭവമൊഴികൾ കലരും. വിഷ്ണുട്ടാ, തളരുമെന്നെ വിഷ്ണുട്ടാ പിടയാ. ഒരു ചിരി വീണ്ടും തെളിയും. അലമാല തല്ലും കടലായതുള്ളം
അതിൽ വിങ്ങിയേതോ മൗനം. ഇനി എത്ര ജന്മം എനിക്ക് നിന്റെ മനസ്സിൽ മെല്ലെ ചായ. ഇത് ഓർമ്മയുണ്ടോ ഇയാൾക്ക്? ഞാൻ ഓഫീസ് ടേബിളിൽ വെക്കാൻ പോകുന്നത് ദാ ഈ ബോർഡാ. വായിച്ചു നോക്ക്. ശാലിനി വിഷ്ണു IAS. എത്ര വലിയ പദവികൾ ലഭിച്ചാലും ശാലിനിയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാത്തൊരു പേരായത്. വിഷ്ണുട്ടാ, നമ്മള് കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിക്കണമെന്നില്ല. ഫലിക്കാഞ്ഞിട്ടാണോ ശാലിനി? ഇയാളുടെ എത്ര വർഷത്തെ കഠിനാധ്വാനം പ്രയത്നമാണ്. ഒടുവിൽ ഇയാളെ സ്വപ്നത്തിന്റെ തൊട്ടരികെ വരെ എത്തിയപ്പോ തട്ടിത്തെറിപ്പിക്കാന്നൊക്കെ പറഞ്ഞ ആര് തട്ടിത്തെറിപ്പിച്ചെന്നാ? വിഷ്ണുട്ടാ, ഇതിപ്പോ കളക്ടർ ആവുന്നതാണോ ഏറ്റവും വലിയ കാര്യം? ഇവിടെ ഇപ്പോ പെൺകുട്ടികളെല്ലാം ജീവിക്കുന്നത് കളക്ടറായിട്ടാണോ? വിഷ്ണുവേട്ടന്റെ ഭാര്യയാണെന്നുള്ളത് തന്നെയല്ലേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. സത്യമേ പോലുള്ള അമ്മയും കുട്ടിക്കാലത്ത് കിട്ടാതെ പോയ അച്ഛന്റെ സ്നേഹമൊക്കെ എനിക്ക് കിട്ടിയില്ലേ? പിന്നെ കൂടപ്പിറപ്പിനെ പോലെ ചങ്ക് പറിച്ച് സ്നേഹിക്കുന്ന ഒരു നാത്തൂനും, നമ്മുടെ ജീവന്റെ ജീവനായ പാറു. ഈ ലോകത്തെക്കാൾ എന്ത് വലിയ സ്വർഗം എനിക്ക് കിട്ടാനുള്ളത്? എങ്ങനെ ഇതൊക്കെ? വിഷ്ണുവേട്ടൻ ഇനി ഈ വിഷയം സംസാരിക്കരുത്. ഞാൻ എന്റെ മനസ്സിൽ നിന്ന് ആ സ്വപ്നം മായ്ച്ചു കളഞ്ഞു. സത്യമ്മ പറഞ്ഞത് തന്നെയാ ശരി. നിങ്ങളോടൊപ്പം ചെലവഴിക്കേണ്ട നല്ല സമയങ്ങളാ കളക്ടറായി കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പാഴാക്കേണ്ടി വരുന്നത്. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ കളക്ടറാവാനുണ്ടാവും. പക്ഷെ ഇവിടെ എനിക്കൊരു പകരക്കാരി ഉണ്ടാവില്ല വിഷ്ണുട്ടാ. നിന്റെ ജീവിതമാണ് ഇപ്പോ അത്. നിന്റെ മാത്രമല്ല, നമ്മളെ 4 പെണ്ണുങ്ങളുടെ ഒരു കുടുംബത്തിന്റെ കച്ചിത്തുരുമ്പ്. മനസ്സിനുള്ളിൽ തെളിച്ചു വച്ചിരിക്കുന്ന ആ കെടാവിളക്ക് ഈ നിർണായക നിമിഷത്തിൽ അണച്ചു കളയരുത് നീ. 18 വർഷത്തോളം ശാരദയും മക്കളും ഒരു നാടിനു വേണ്ടി തീ ഊതിയതും കരി പിടിച്ചതും ഒക്കെ വെറുതെ ആയിപ്പോവും. സഹിച്ചു. നിന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ ഇത്? ഇത് ഉപേക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല ശാലിനി. നീ കളക്ടറായിരിക്കും. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്യും ഈ പ്രീതി.
അമ്മ അമ്മ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നേ? അമ്മ സത്യമ്മ പറഞ്ഞതല്ലേ ശരി? ഇപ്പം അമ്മയും പറഞ്ഞല്ലോ. ഞാൻ ആ തീരുമാനമായിട്ട് പൊരുത്തപ്പെട്ടു. മോളെ, സത്യം പറഞ്ഞ ഈ സിവിൽ സർവീസ് എക്സാമിനുള്ള പഠിത്തേ എനിക്കൊരു ഭാരമായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോഴാ അതിന്റെ ഒരു പൊള്ളത്തരം മനസ്സിലാവുന്ന. എത്ര പുസ്തകങ്ങളും നോട്ടുകളും പഠിച്ച് തലയിൽ കയറ്റിയത്, അതും നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ആവശ്യമില്ലാത്തത്. എത്ര പകലും രാത്രിയും അതിനു വേണ്ടി പാഴാക്കിയ. അതെല്ലാം കൂടി കൂട്ടിയാലേ എങ്ങനെ പോയാലും വർഷങ്ങൾ വരും. ഇപ്പൊ റാങ്ക് കിട്ടിയതൊന്നും കണക്കാക്കണ്ട. ഇനിയുണ്ട് ഇന്റർവ്യൂ പോലത്തെ കടമ്പയൊക്കെ. അതും ഇവിടെ ഒന്നും ആവില്ല, ഏതെങ്കിലും ദൂരദേശത്താ. ഇനിയിപ്പം സെലക്ട് ആയാലോ പിന്നെയും ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് അന്യദേശത്ത് പോണം. ഉത്തരാഖണ്ഡിലും മസൂറില്. അതെ, 1-2 ദിവസമല്ല, 2 വർഷം. അത്രയും നാളും വിഷ്ണുവേട്ടനെയും പാറക്കുട്ടിയൊക്കെ കാണാതെ ഞാൻ എങ്ങനെ അമ്മയെ പിടിച്ചു നിൽക്കുന്ന? അതിലും ഭേദം ഞാൻ ജയിലിൽ കിടക്കുന്നതല്ലേ. ഇനിയിപ്പം ട്രെയിനിങ് കഴിഞ്ഞു വന്നാലോ? നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും പോസ്റ്റിംഗ് കിട്ടത്തില്ല. വേറൊരു ജില്ലയില് താഴെ തട്ടിന്ന് തുടങ്ങണം. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കുറെ വർഷങ്ങൾ നടന്നു കഴിയുമ്പോ കളക്ടറായിട്ട് പ്രമോഷൻ. ഇതിനിടയിൽ ജീവിക്കാനോ കുടുംബം നടത്താനോ വല്ല സമയം കിട്ടുമോ? സത്യം പറഞ്ഞാലേ ഇതെങ്ങനെയെങ്കിലും തലേന്നൊന്ന് ഒഴിവാക്കണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഞാനും. പക്ഷേ ആ സ്വപ്നവും കണ്ടോണ്ടിരിക്കുന്ന അമ്മയോട് ഞാനിതെങ്ങനെ പറയാനാ? എന്റെ ഒരു പൊട്ട ബുദ്ധിക്ക് വിഷ്ണുവേട്ടനോട് ഇക്കാര്യം പറഞ്ഞുപോയി. അതും കല്യാണത്തിന് മുമ്പ്. കല്യാണം കഴിഞ്ഞപ്പോ എന്റെ മനസ്സാകെ മാറിപ്പോയമ്മ. കുടുംബത്തിനുള്ളിൽ ഒതുങ്ങിക്കഴിയുന്നതാ സന്തോഷമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ കളക്ടർ ആവണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മയോടും വിഷ്ണുവേട്ടനോടും ഒക്കെ ഞാനിതെങ്ങനെയാ പറയാ? സത്യം പറഞ്ഞ സത്യാമ്മ എനിക്കൊരു രക്ഷയായി. നിങ്ങളോടൊക്കെ ഇക്കാര്യം എങ്ങനെ പറയണമെന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. മോളെ, അമ്മയുടെ സങ്കടം ഇനിയും മാറില്ലെന്നുണ്ടെങ്കിൽ ദാ ഇങ്ങ് വാടി, നമുക്കേ ഇവളെ കളക്ടറാക്കാം. എന്താടി നോക്കുന്ന? അതെ, വലിയ ബാലി കയറാൻ മലയൊന്നും അല്ല ഈ സിവിൽ സർവീസ്. നിന്റെ കുഞ്ഞേച്ചിക്ക് 2ാം റാങ്ക് കിട്ടാന്നുണ്ടെങ്കിലേ നിനക്കും പാസ്സാവും സിവിൽ സർവീസ്. മനസ്സിരുത്തി പഠിച്ചാൽ മാത്രം മതി. പിന്നെ അത്യാവശ്യം പൊതുവിജ്ഞാനവും വേണം. നിനക്കുള്ള ട്രെയിനിങ് ഞാൻ തരാം. കുഞ്ഞേച്ചി, നീ എന്തിനടി കരയുന്നേ? മക്കളിൽ ഒരാളെ കളക്ടർ ആക്കണമെന്ന് അമ്മ എടുത്ത നിർബന്ധ. അത് ഞാനാവണമെന്ന് ഒരു നിർബന്ധമില്ല. അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. അച്ഛാ, ഒന്ന് പറഞ്ഞു കൊടുക്കച്ചാ. വിഷ്ണു
വിഷ്ണുവേട്ടാ ഒന്നും ഞങ്ങൾ ഇറങ്ങുക. എന്റെ മോൾ ഇനി അഭിനയിച്ച് തളരണ്ട. വാടി രാഘവേട്ടാ. എന്താ രാജീവ് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല? അത് യമനി സംസാരിക്കാനുണ്ട്. ഡിവോഴ്സിന്റെ കാര്യമാണോ അതോ വിവാഹോ? രണ്ടും അത്ര എളുപ്പം നടക്കില്ല. അപ്പോ ഡിവോഴ്സ് സംബന്ധിച്ച് രാജീവ് ഇതുവരെ നീക്കങ്ങളൊന്നും നടത്തിയിട്ടില്ലേ? അത് യെസ് ഓർ നോ? യെസ്. എന്ന് വെച്ചാ ഡിവോഴ്സിന് ശ്രമിച്ചെന്നോ ഇല്ലെന്നോ? ഇല്ല. അപ്പോ പുതിയൊരു ബന്ധം പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചുകൊണ്ടല്ല രാജീവ് എന്നെ പെണ്ണ് കാണാൻ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. മറുപടി പറയണം രാജീവ്. ആർക്കായിരുന്നു നിർബന്ധം? അമ്മയ്ക്ക്. I can't believe it. നോക്ക് രാജീവ്, എന്റെ സാഹചര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് വീട്ടുകാർക്ക്, എന്റെ കണ്ടീഷൻസും. എന്നിട്ടും എന്നെ കല്യാണം കഴിപ്പിച്ച് ഒഴിവാക്കി വിടാൻ അവർ തിരക്ക് കൂട്ടിയെന്നേ എനിക്ക് മനസ്സിലാവൂ. യമനി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടോ, മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാതെ ഒരു പുരുഷൻ തയ്യാറെടുത്ത വിവാഹത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ. മനസ്സിൽ അതുകൊണ്ടുണ്ടാക്കിയ മുറികളിന്ന് ഇപ്പോഴും ചോര ഒലിക്കുന്നുണ്ട്. കുറ്റം രാജീവിന്റേതല്ല, ആ പെൺകുട്ടിയുടെ, രാജീവിന്റെ വൈഫിന്റെ ഭാഗ്യമാണത്. എന്താ കുട്ടിയുടെ പേര്? ശാരിക. ശാരിക? ആ പേരെവിടെയോ കേട്ട് നല്ല പരിചയം.